വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈദ് സ്പെഷ്യൽ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈദൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെരുന്നാളിന് ഡ്രസ്സസ് ഒക്കെ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ട്, അഫോർഡബിൾ പ്രൈസിന് ഓൺലൈനിൽ ഡ്രസ്സസ് ഒക്കെ തപ്പി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. ഇത് നമ്മൾ മീഷോയിൽ നിന്ന് ₹100,000 ഒതുങ്ങുന്ന ഒരു ഫുൾ കൂത്തി സെറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അനാക്കലി ടൈപ്പിലൊക്കെ വരുന്ന ഒരു ഫുൾ കൂത്തി സെറ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ബ്രൗൺ കളറിൽ ഒരു എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള ഒരു ആലിയ കട്ടൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ആലിയ കട്ട് ടൈപ്പിലാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. ദെൻ ഇവിടെ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ എംബ്രോയിഡറി വർക്ക്. നമ്മുടെ ഈ ബോഡി പോർഷനിൽ ചെറുതായിട്ട് എംബ്രോയിഡറി വർക്കും, സ്ലീവ് 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും എംബ്രോയിഡറി വർക്ക് ഗ്രീൻ, വൈറ്റ്, യെല്ലോ, പീച്ച് കളർ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ഫ്ലോറൽ ടൈപ്പിൽ വന്നിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട്, ബോട്ടം പോർഷനിലായിട്ട് ബ്രൗൺ കളറിൽ തന്നെ ലേസും ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ലീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്ക് പോർഷൻ വരുമ്പോൾ ഒരു വി നെക്കാണ്, ചെറുതായിട്ടൊന്ന് കയറിയ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ദെൻ വി നെക്കിൽ ഇവിടെ ലേസ് ബ്രൗൺ കളറിൽ സെയിം നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ബോട്ടം പോർഷനിൽ കൊടുത്തിട്ടുള്ള സെയിം ലേസാണ് ഇവിടെ നെക്കിൻ്റെ ഈ ഒരു പോർഷനിലും ഇവർ കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ദെൻ നമുക്ക് ബോഡി പോർഷനിൽ ഇത്രയും പോർഷനിൽ മാത്രമാണ് നമുക്ക് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. സ്ലീവിൽ കൊടുത്തിട്ടുള്ള സെയിം വർക്കാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം, ഷോർട്ട് വീഡിയോ. അപ്പോൾ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അത്യാവശ്യം നമുക്ക് വേണ്ട അത്ര ഫ്ലെയർഡോട് കൂടിയിട്ട് നല്ല ലെങ്ത്തിൽ, ഒരു അനാക്കലി ലെങ്ത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇത്. മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ്. കോട്ടൺ ഫാബ്രിക്കിൽ കുറച്ച് നമുക്ക് ചെറിയ രീതിയിലൊരു ചൂടെടുക്കുന്ന ഒരു ടൈപ്പാണ്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇടുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചൂടെടുക്കുന്ന ഒരു ടൈപ്പ് കോട്ടൺ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൂത്തിയുടെ ഡീറ്റെയിൽ എന്ന് പറയാൻ. ഇത് ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തെങ്കിലും എനിക്ക് ലാർജ് സൈസിലാണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം, മീഡിയം സൈസ് മാറിപ്പോയതായിരിക്കാം. പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ലാർജ് സൈസാണ്, എനിക്ക് മീഡിയം സൈസാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൂത്തി വരുന്നത്. ദെൻ പാൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു പാൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പാൻസിൻ്റെ ഈ ഒരു ബോട്ടം പോർഷനിലായിട്ടും അവർ ആ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂത്തിയിൽ കൊടുത്തിട്ടുള്ള സെയിം ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ്, പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ. നോർമൽ റെഗുലർ ആയിട്ടുള്ള ഒരു പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം ഫാബ്രിക് തന്നെയാണ്, കൂത്തിയുടെ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത്. ദെൻ ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ട മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. കോട്ടണിൽ തന്നെ വേറൊരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത്. ഒരു കുഴഞ്ഞ് കിടക്കുന്ന, നമ്മുടെ ബോഡിയോട് ഒട്ടി കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ നല്ല ലെങ്ത്തും നല്ല വിഡ്ത്തോട് കൂടിയിട്ടാണ് ഈ ദുപ്പട്ട നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്, നല്ല വിഡ്ത്തും ഉണ്ട്. ഓക്കെ, ദെൻ ഇതിൽ പ്രിൻ്റ് ആണ്, ഇവർ പ്രിൻ്റ് കൊടുത്തേക്കുവാണ് കേട്ടോ. അല്ലാണ്ട് ഇത് ഓൾറെഡി ഇതിലുള്ള ഒരു ഡിസൈൻ അല്ല, ഇവർ ഫ്ലോറൽ പ്രിൻ്റ് ചെയ്തേക്കുവാണ്. അത് നമുക്കറിയാൻ പറ്റും. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, മങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നമുക്ക് ദുപ്പട്ടയ്ക്കൊന്നും ഒരു പിശുക്കും ഇവർ കാണിച്ചിട്ടില്ല. ഓക്കെ, ദുപ്പട്ട ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമുക്ക് വീഡിയോ സൈഡിൽ ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കോട്ടൺ ഫാബ്രിക് ആണ്.
ഒരു ഫുൾ കുർത്തി സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഇത്രയും സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു കളക്ഷൻ ഞാൻ മീഷോയിൽ നിന്ന് 870 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 870 ഇത് വേർത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ വൈസ് ഓക്കെ. ദെൻ ഒരു എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ. ദെൻ 100 rupees 1000 ഇത് ഓക്കെയാണ്. നമുക്ക് നോർമലി ഒരു ഫുൾ കൂത്തി സെറ്റ്, അതും ഒരു ക്വാർട്ടർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കൂത്തി സെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് നമ്മൾ കൊടുക്കണം. ഒരു ഫുൾ നമുക്ക് ഒരു കൂത്തി മാത്രമല്ലല്ലോ, ഒരു കൂത്തി സെറ്റല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഈ ഒരു പ്രൈസിന് നമുക്ക് വേർത്താണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ, ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. മീഷോയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാം. ദെൻ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ഇതാണ് കൂർത്തി വന്നിട്ടുള്ളത്. കൂർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അനാർക്കലി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു കൂർത്തി തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു കോളർ നെക്കോട്, ഒരു ചൈനീസ് കോളർ നെക്കോട് കൂടിയിട്ട് ദെൻ വി കട്ടിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ എക്സ്ട്രാ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടെ നെക്ക് നല്ല രീതിയിൽ ഇറങ്ങിയ പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റി കുറച്ചുകൂടെ കയറ്റി വെക്കുക, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു മെറ്റീരിയൽ നമുക്ക് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ ഇറക്കമുള്ള പോലെ ഉണ്ട്. ഒരു കംഫർട്ടല്ല, നമുക്ക് പുറത്ത് പോകുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വലിച്ചിടേണ്ട ഒരു സാഹചര്യം വരും. പക്ഷേ ഓവറോൾ ഇത് ഞാൻ സ്റ്റൈൽ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഒരു പിശുക്കും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് ദുപ്പട്ടയിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻസ് ആണെന്നുണ്ടെങ്കിലും ദെൻ കൂത്തി ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ദെൻ ഇതൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഒരു ചൂടെടുക്കുന്ന ഒരു ടൈപ്പ് ഫാബ്രിക്കാണ്. ദെൻ ഇത് കളറൊന്നും തീരെ ഷെയ്ഡ് ആവില്ല കേട്ടോ. കളറൊന്നും അങ്ങനെ മങ്ങാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. ചൂടെടുക്കും, നല്ല ചൂടെടുക്കും, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഈ ഒരു ടൈമിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ അല്ല. ഇതിട്ടപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയാൻ ഭയങ്കര ചൂടാണല്ലോ. ഈ ഒരു ടൈമിൽ നമുക്കിത്, പ്രത്യേകിച്ച് ബ്ലാക്കും കൂടിയാണ്, നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. എന്തായാലും നല്ലൊരു കളക്ഷനാണ്. നമുക്കങ്ങനെ ഡാമേജ് ആവാത്തൊരു ടൈപ്പ്, കളറൊന്നും ഷെയ്ഡ് ആവാത്ത ടൈപ്പ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡിസൈൻ വൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. പിന്നെ ഞാൻ വീഡിയോ സൈഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദെൻ സ്ലീവ് ഒരു 3/4 സ്ലീവാണ്. സ്ലീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൂസിൽ നല്ല വീതിയോട് കൂടിയിട്ടുള്ള ഒരു കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം നമുക്ക് വൈഡോട് കൂടിയിട്ട് ദെൻ ബാക്കി പോർഷൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് വിരുത്തിയിട്ടിട്ട് ദെൻ ഇവിടുന്ന് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ദെൻ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് വെച്ചിട്ട് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. അവിടെ കുഞ്ഞൊരു പ്ലേറ്റ്, ചെറുതായിട്ട് സിംഗിൾ പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ ഒരു കളക്ഷനിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് കൂത്തിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ദെൻ പാൻസിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത്. പാൻസ് കംപ്ലീറ്റ്ലി ഈ ഒരു വർക്കാണ് പാൻസിന് വന്നിട്ടുള്ളത് കേട്ടോ. മീഡിയം സൈസാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മീഡിയം സൈസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പാൻസിൽ ഇതാണ് കംപ്ലീറ്റ്ലി അത്യാവശ്യം നല്ല ഒരു പ്ലാസോ ടൈപ്പ് പാൻസ് ആണ് കേട്ടോ. ഒരു വിരവോടൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്ലാസോ ടൈപ്പ് പാൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒട്ടും പിശുക്ക് കാണിച്ചിട്ടില്ല. നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഫാബ്രിക് വൈസ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ദെൻ നമുക്ക് ദുപ്പട്ടയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്ത്തും നല്ല വിത്തൊക്കെയുള്ള ദുപ്പട്ട തന്നെ സെയിം ഫാബ്രിക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദുപ്പട്ട ഈ ഒരു ഡിസൈനും ദെൻ നമുക്ക് ഇങ്ങനെ ബോൾസ് ആയിട്ടുള്ളൊരു ഡിസൈനും മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. ദെൻ ദുപ്പട്ടയുടെ ബോട്ടം പോർഷനിലായിട്ട് 2 സൈഡിലും എൻഡ് പോർഷനിലായിട്ട്
ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ത്രെഡോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ബാക്ക് ക്യാം ആയതുകൊണ്ടാണ് കേട്ടോ, എനിക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ദുപ്പട്ടയുടെ എൻഡ് പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ദുപ്പട്ടയുടെയും ഓവർവ്യൂ എന്ന് പറയുന്നത്. സ്റ്റൈൽ ചെയ്യുമ്പോൾ എത്രത്തോളം ഇതിന് ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കും. ഓക്കെ, ദെൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കോട്ടൺ ഫാബ്രിക്കിൽ പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടൺ ബ്ലെൻഡ് ഫാബ്രിക് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു അനാക്കലി കുർത്ത പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ദെൻ ഇവിടെ പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അതൊക്കെ. ദെൻ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെ, സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL ഇത്രയും സൈസസ് ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആയിട്ട് ഒരു 5 കളർ ചേഞ്ചസ് ഉണ്ട്. 5 വെച്ചാൽ ഈ ബ്ലാക്ക് അടക്കമാണ് ഞാൻ 5 പറഞ്ഞത് കേട്ടോ. റെഡിൽ വരുന്നുണ്ട്, പർപ്പിൾ, ബ്ലൂ ആൻഡ് ബ്രൗൺ കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത്. ദെൻ ഇത് ഞാൻ മീഷോയിൽ നിന്ന് 782 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 782 വേർത്താണ് കേട്ടോ. നല്ല തീരെ പിശക്ക് കാണിക്കാണ്ട് മെറ്റീരിയലും തന്നിട്ടുണ്ട്. നല്ലൊരു സ്റ്റിച്ചിങ് ആണ്, നല്ലൊരു പാറ്റേൺ ആണ്, നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഓക്കെ ആണോ എന്ന് മാത്രമാണ് എനിക്ക് ഡൗട്ട്. കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്തോളൂ, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മുടെ മൂന്നാമത്തെ കളക്ഷനായിട്ട് പറയുന്നത് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. ഒരു ഫുൾ കൂത്തി സെറ്റാണ്. ദെൻ സെയിം പാറ്റേണിലാണ് നമുക്ക് ഇതും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ഒന്നല്ല, മെറ്റീരിയൽ വൈസ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ഡിസൈൻ എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. എങ്കിലും നമുക്ക് പാറ്റേൺ ഏകദേശം ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് കൂത്തി എന്ന് പറയുന്നത്. കൂത്തിയുടെ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വി നെക്കാണ്. വി നെക്കിൽ ഇവിടെ ഡിസൈനൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു മിറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, ഇതെനിക്കൊരു പേപ്പർ മിറർ വർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് അടർന്ന് പോകുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഉള്ളിലും സെയിം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കാണുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ഇതിങ്ങനെ അടർന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വർക്ക് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്കത് എക്സ്പീരിയൻസ് ആയാൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. ദെൻ ഇത് പറഞ്ഞു പോരുന്നുണ്ട് കേട്ടോ, പറഞ്ഞു പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതങ്ങനെ വലിയ സക്സസ് ആവുമെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല. എങ്കിലും ഈ ഒരു മെറ്റീരിയൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ്. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ലോക്കൽ കോട്ടൺ ഫാബ്രിക് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കോട്ടൺ ഫാബ്രിക്. എന്നാൽ നമ്മളത് വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങും, ഒന്ന് കുഴയും. അങ്ങനത്തെ ഒരു കോട്ടൺ ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. ഇത് അധികം അങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം പെട്ടെന്നത് ഡാമേജ് ആവും. അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ദെൻ നമുക്ക് ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ട് ബ്ലൂവിൽ ഒരു നേവി ബ്ലൂ ആണ്, നേവി ബ്ലൂവിൽ ഒരു വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ട് 3/4 സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിലും ഇങ്ങനെ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പേപ്പർ മിറർ വർക്കാണ് കേട്ടോ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതൊരു പേപ്പർ ടൈപ്പ് മിറർ വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ വാഷ് ഔട്ട് ആവുമ്പോൾ അത് പോവാൻ ചാൻസ് ഉണ്ട്. ഒരു ഒട്ടിപ്പാണ് ഇതിന് വന്നിട്ടുള്ളത്. ഓക്കെ, അതർവൈസ് നല്ലൊരു ഇത് സ്റ്റൈൽ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ദെൻ നെക്ക് എങ്ങനെയാണ്, നെക്കിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന സെയിം പാറ്റേൺ ആണെന്ന്. ആ സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഫ്ലയേർഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത രീതിക്ക് നമുക്ക് ഫ്ലയേർഡോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം സൈസ് പർച്ചേസ് ചെയ്യാൻ. ദെൻ ഒരു സ്റ്റിക്ക് പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് കോട്ടൺ ഫാബ്രിക് ആണ്. പിന്നെ ഈ ഒരു സീസണിൽ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കോട്ടൺ ഫാബ്രിക് ഓക്കെ ആണ്. പക്ഷേ ഇതെനിക്ക് ഇടുമ്പോൾ ചൂടൊന്നും എടുക്കുന്നില്ലെങ്കിലും ഒരു ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ ഒരു സുഖമല്ല, ഒരു സ്റ്റിക്ക് പോലെ നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്കംഫർട്ട് അത്രയേ ഉള്ളൂ. പക്ഷെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ദെൻ കുർത്തി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. പാൻസിലോട്ട് വരികയാണെങ്കിൽ നോർമൽ ഒരു പാൻസാണ് ഇതിന് വന്നിട്ടുള്ളത്. സെയിം നമ്മുടെ ആ മെറ്റീരിയൽ തന്നെയാണ്, അതിൽ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ്, പോക്കറ്റ്സ് ഒന്നും ഇതിന് വരുന്നില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻസിൽ നമുക്ക് പറയാം. ദെൻ ദുപ്പട്ടയാണെന്നുണ്ടെങ്കിലും സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല, സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. നമുക്ക് ഇതിൽ ഡിസൈനിൽ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സിൽ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വലിയ ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. സെയിം കളർ തീമിൽ തന്നെയാണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ദെൻ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത് ഞാൻ മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് കറക്റ്റ് സൈസാണ്. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് മുകളിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവും നല്ലത്. കാരണം വാഷ് ഔട്ട് ആയാൽ ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് സൈസിനാണ് കിട്ടുന്നത് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പൊടിക്ക് കൂടിയത് നോക്കിയിട്ട് എടുക്കുക, അതാവും ഏറ്റവും ബെറ്റർ. ദെൻ ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആയിട്ടുള്ളത് 4 കളേഴ്സാണ്. ഒന്ന് ഈ ഒരു കളർ, ദെൻ ഗ്രീൻ കളർ, പർപ്പിൾ, റെഡ്, ഇത്രയും കളേഴ്സാണ്. 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക് ആണ്. ദെൻ ഇത് ഞാൻ മീഷോയിൽ നിന്ന് 616 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 616 അത് വേർത്താണ് കേട്ടോ. മെറ്റീരിയൽ വൈസ് ആണ് ഒരു ലോക്കൽ മെറ്റീരിയൽ, പക്ഷെ അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെയുള്ള നല്ലൊരു ദുപ്പട്ട, അതുപോലെ തന്നെ നല്ലൊരു പാൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫുൾ സെറ്റ് 616 വേർത്താണ്. നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയിട്ട് എന്തായാലും പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ദെൻ നമ്മുടെ ലാസ്റ്റ് കളക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു യെല്ലോ, ഒരു മാമ്പഴ കളർ എന്നൊക്കെ പറയും. ഞാൻ എങ്ങനെ പോയാലും ഇങ്ങനത്തെ ഒരു കളറും ദെൻ ഒരു ഗ്രീൻ കളറൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അടുത്തായിട്ട്. കൂടുതലും ഇതൊക്കെയാണ് എനിക്കെന്തോ ഇത് കണ്ണി പിടിക്കും, അത് ഞാൻ അങ്ങോട്ട് എടുക്കും, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തത് തന്നെയാണ് കേട്ടോ. ഒരു മാമ്പഴ കളർ എന്നൊക്കെ പറയാം, അത് തന്നെയാണോ കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മൈൻഡിൽ അതൊരു മാമ്പഴ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരു യെല്ലോ കളറിലാണ്. മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ പറയാവോ എന്ന് എനിക്കറിയാം. മസ്റ്റാർഡ് യെല്ലോ ആണെന്നൊക്കെ തോന്നുന്നില്ല. യെല്ലോ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള, യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. കൂത്തി വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അനാക്കലി പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കൂത്തിയാണ്. ദെൻ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ടിൽ സെൻറ്റർ പോർഷൻ വി കട്ടിങ്ങോട് കൂടിയിട്ട്, ദെൻ അവിടെ നെയ്സായിട്ട് കുഞ്ഞൊരു എംബ്രോയിഡറി വർക്കൊക്കെ വൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ദെൻ ഇത് കംപ്ലീറ്റ്ലി എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വൈറ്റിൽ. ദെൻ നമ്മുടെ ആനക്കുട്ടികളുടെ ഒരു തീമൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനിടയിൽ നമുക്ക് വൈറ്റ് പ്രിന്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രിന്റ് നമുക്ക് റീയൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വാഷ് ഔട്ട് ആയി കഴിഞ്ഞാലൊക്കെ ഇത് പോവാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഒരു പ്രിന്റ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ മെറ്റീരിയലിലുള്ള ഒരു പ്രിന്റ് അല്ല, ദെൻ അവർ സെപ്പറേറ്റ് പിടിപ്പിച്ചിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് പോവാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ദെൻ ഇവിടെ എംബ്രോയിഡറി വർക്കാണ്, ഇവിടെ സ്ക്വയർ ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോഡി പോർഷനിൽ ഒരു നെക്കിൻ്റെ പോർഷനിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ സെപ്പറേറ്റ് കട്ടിങ്ങും പ്ലേറ്റും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ കട്ടിംഗ് ആണ്. ദെൻ ലെങ്ത്ത് എന്ന് പറയാൻ എൻ്റെ 5.1 ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. എനിക്കിത് കറക്റ്റ് ഓക്കെയാണ്. പക്ഷെ ഒന്ന് വാഷ് ഔട്ട് ആയ, ഇതൊരു റയോൺ ഫാബ്രിക് ആണ്. റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് എന്നെ ഒന്ന് വാഷ് ഔട്ട് ആയാൽ ഒന്ന് കയറാനും ഒന്ന് ചുരുങ്ങാനും ചാൻസ് ഉണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.1 ആണ്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് ഇത് ഇപ്പോൾ കറക്റ്റാണ്. ഫ്രഷ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റാണ്. പക്ഷെ എനിക്കൊരു അനാക്കലി ടൈപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് വേണം. എനിക്ക് കുർത്തീസിനൊക്കെ കുറച്ചുകൂടെ ലെങ്ത്തിൽ യൂസ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലെങ്ത്ത് എനിക്കിതിന് കിട്ടിയിട്ടില്ല. ഇത് വാഷ് ഔട്ട് ആയ ഒന്നുകൂടെ കയറാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞൊന്നു, ഇത് ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ എത്രത്തോളം ലെങ്ത്ത് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം. കളർ വൈസ് അടിപൊളിയാണ്. ദെൻ റയോൺ ഫാബ്രിക് ആണ്, നമുക്ക് അധികം റീയൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ദെൻ കുഴപ്പമില്ലാത്ത ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ റയോൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ റയോൺ ഫാബ്രിക് എല്ലാം അങ്ങനെ തന്നെയാണ്, നമുക്ക് അധികം റിയൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇടാൻ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. നമുക്ക് എത്ര ലൂസിലാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയോട് കൂടിയിട്ട് ടച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ് റയോൺ ഫാബ്രിക്. എനിക്ക് യൂസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ദെൻ ഇതിൻ്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ദെൻ സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ ഒരു അംബ്രല എന്നല്ല, ഒരു ബലൂൺ ടൈപ്പിൽ വന്നിട്ടുള്ളൊരു
സ്ലീവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഇവിടെ പ്ലേറ്റൊക്കെ കൊടുത്തിട്ട് എൻഡ് പോർഷനിൽ ഇങ്ങനത്തെ ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് കേട്ടോ, ഓവറായിട്ട് ബലൂൺ ടൈപ്പ് ഒന്നല്ല, അത്യാവശ്യം വേണ്ടത്ര. ദെൻ പ്രിൻ്റ് മെറ്റീരിയലിൽ ഇങ്ങനെ വൈറ്റ് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പോകുന്ന ടൈപ്പ് പ്രിൻ്റാണ് കേട്ടോ. ഓക്കെ, ഒരു പോകുന്ന ടൈപ്പ് ഒരു പ്രിൻ്റാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കൂത്തിയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ. ദെൻ പാൻസ് സെയിം ഫാബ്രിക് ആണ്, റയോൺ ഫാബ്രിക്കിൽ തന്നെ നോർമൽ പാൻസ് ആണ്, ഇലാസ്റ്റിക് ആണ്, നമുക്ക് പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല. ഒരു മീഡിയം സൈസിലാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ദെൻ അത്യാവശ്യം വേണ്ടത്ര ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇടാൻ, അടിപൊളിയാണ്, സുഖമാണ്, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമുക്ക് അധികം റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇടുമ്പോൾ ആ ഇടണോടത്തോളം കാലം അത് ഭയങ്കര കംഫർട്ടായിട്ട് നമ്മുടെ ബോഡിയോട് കൂടിയിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു കളക്ഷൻ, നല്ലൊരു ഫാബ്രിക് തന്നെയാണ്. ദെൻ ദുപ്പട്ട വെയ്സ്, ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തും ദെൻ വിത്തും, നമുക്ക് അത്യാവശ്യം നല്ല വിത്തും നല്ല ലെങ്ത്തും ഒന്നും പറയാല്ല, കുഴപ്പമില്ലാത്ത രീതിക്ക് ലെങ്ത്തും വിത്തും നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും എത്രത്തോളാണെന്നുള്ളത്. ദെൻ പ്ലെയിൻ ആണ്, നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് ഇങ്ങനെ ലേസ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സിൽവർ കളറിൽ ലേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ദെൻ മെറ്റീരിയൽ വൈസ് ഡിഫറെൻ്റ് ആണ്, റയോൺ ഫാബ്രിക് അല്ല, ഇതൊരു കോട്ടൺ ഫാബ്രിക്കിൽ പെട്ടിട്ടുള്ള ഒരു കളക്ഷനാണ്. നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ലൊരു ദുപ്പട്ടയാണ്, എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഈ ഒരു കളറ്, ദെൻ റെഡിൽ വരുന്നുണ്ട്, പേർപ്പിളിൽ വരുന്നുണ്ട്, ഗ്രീനിൽ വരുന്നുണ്ട്. ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, ഇത്രയും സൈസസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. XXL സൈസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണുന്നത് കേട്ടോ. പിന്നെ സൈസിനനുസരിച്ച് നമുക്ക് പ്രൈസിൽ ചെറിയ രീതിയിൽ വേരിയേഷൻ വരുന്നുണ്ട്. മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 665 ഇപ്പോൾ കാണുന്നത്. ദെൻ ലാർജിലേക്ക് വരുമ്പോൾ 680, എക്സലിലേക്ക് വരുമ്പോൾ 695, സ്മോളിലേക്ക് വരുമ്പോൾ 655. ഇങ്ങനെ റേറ്റിൽ ചേഞ്ചസ്, ചെറിയ രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇതൊരു റയോൺ ഫാബ്രിക് ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മീഷോയിൽ നിന്ന് തന്നെ 644 കേട്ടോ. ഓഫർ പ്രൈസ് ഉള്ള ടൈമിലാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ 644 ഇത് വേർത്താണ്. റയോൺ ഫാബ്രിക്കിൽ ഒരു ഫുൾ കൂത്തി സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റയോൺ ഫാബ്രിക് ആണെന്നുണ്ടെങ്കിലും ഒരു ഫുൾ കൂത്തി സെറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അപ്പോൾ എംബ്രോയിഡറി വർക്കോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്, നമുക്ക് വേർത്താണ്. 644 ഒരു ഫുൾ കൂത്തി സെറ്റ് വേർത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പെഷ്യൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് റെഗുലറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ടൈപ്പാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അഫോർഡബിൾ പ്രൈസിന് ഡ്രസ്സസ് തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ദെൻ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. താങ്ക്